ഈ ക്രിക്കറ്റിലൂടെയാണ് സച്ചിനും ധോണിയും കോഹ്ലിയും ഒക്കെ ലോകാരാധ്യരായത്. ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലോ IPLലോ എത്തുക എന്നത് ലോകത്തെ ഏതൊരു കളിക്കാരനും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന നേട്ടമായിരിക്കുന്നു. പണവും പ്രശസ്തിയും ആരാധനയും ഇത്രത്തോളം ഏത് സിനിമാ താരത്തിനാണ് കിട്ടുക? ഇക്കഴിഞ്ഞ IPLൽ ഋഷഭ് പന്തിനെ ലക്നൗ സൂപ്പർ ജയൻസ് വാങ്ങിയത് 27 കോടിക്കാണ്. ശ്രേയസ് അയ്യരുടെ വില 26 കോടിക്ക് മുകളിൽ. വെങ്കടേഷ് അയ്യർക്ക് 23 കോടി. അങ്ങനെ പാഞ്ഞു വരുന്ന പന്തിനെ പറത്താനും കൈയടക്കം കൊണ്ട് പന്തിനെ ലക്ഷ്യത്തിലെത്തിക്കാനും കളം നിറഞ്ഞ് ഫീൽഡ് ചെയ്യാനും അറിയാവുന്ന, ക്രിക്കറ്റിനെ സാങ്കേതികമായി പഠിച്ച അസാമാന്യ ധൈര്യശാലികൾക്ക് ജീവിതം മാറിമറിയുന്ന ലോട്ടറിയായി ഇന്ത്യൻ ക്രിക്കറ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. സിനിമയ്ക്കും സ്പോർട്സിനും ചില സമാനതകളുണ്ട്. രണ്ടിലും പ്രകടനം നടത്തുന്നവർക്ക് താരപരിവേഷമാണ്. രണ്ടും മനുഷ്യന്റെ ഉള്ളിലുള്ള വീരാരാധന എന്ന വികാരത്തെ തൃപ്തിപ്പെടുത്താൻ പോന്നതാണ്. പണം, പ്രശസ്തി, പ്രതാപം. ഇതിൽ ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ 11,000 കോടിയാണെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വാർഷിക വരുമാനം 10,000 കോടിക്ക് മേലെയാണ്. പരസ്യവും മീഡിയ ഡിജിറ്റൽ വരുമാനമെല്ലാം കൂടി കൂട്ടിയാൽ അത് ശതകോടികൾ പിന്നെയും വരും. അങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വാർഷിക ടേൺ ഓവറോടെ ക്രിക്കറ്റ് മറ്റൊരു എൻ്റർടൈൻമെൻറ്റായി ഇന്ത്യയുടെ ഐക്കോണിക് ബ്രാൻഡായി മാറുന്നു. അതുകൊണ്ടാണ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ പിറന്ന ഒരു പയ്യൻ ലോകം മുഴുവൻ ആരാധിക്കുന്ന 1000 കോടിക്കുമേൽ നെറ്റ്വർത്തുള്ള ക്രിക്കറ്റിലെ കിങ് മേക്കറായ MS ധോണിയായത്. അതുകൊണ്ടാണ് കേവലം 17 വർഷം കൊണ്ട് ഡൽഹിയിൽ ഒരു അഭിഭാഷകന്റെ മകനായി ജനിച്ച മിഡിൽ ക്ലാസ്സുകാരൻ പയ്യൻ 1100 കോടി ആസ്തിയുള്ള വിരാട് കോഹ്ലി ആയത്. കളി കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടും ഇന്ത്യക്ക് ഒരു ലിറ്റിൽ മാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കറിനെ കിട്ടിയത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആ വൈവിധ്യം കൊണ്ടാണ് തിരുവനന്തപുരം പുല്ലുവിളയിൽ ജനിച്ച സഞ്ജു സാംസൺ ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞത്.